ബഹുമാനരെ, നമ്മൾ മലയാളികൾക്ക് യാതൊരു മുഖവരിയുടെയോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തലിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ലെജൻഡറി മീഡിയ പേഴ്സണാലിറ്റിയുടെ സാന്നിധ്യം കൊണ്ടുകൂടി നമ്മുടെ ഈ ഒരു സദസ്സ് ഇന്ന് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഷോകളിലൂടെ നമുക്ക് ഒരുപാട് നല്ല അറിവ് പകരുകയും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ഇടയ്ക്കൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലൊരു ബ്രീഫുണ്ട്, പക്ഷെ ഞാനത് വായിക്കുന്നില്ല. ബിക്കോസ് അതിലൊക്കെ ഉപരിയാണ് അദ്ദേഹം. ഏറ്റവും നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ലെറ്റ്സ് വെൽക്കം ദ ലെജൻഡറി മീഡിയ പേഴ്സണാലിറ്റി ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സർ to share his thoughts with us today. Thank you. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നല്ല ആഹ്ലാദം പകരുന്ന ഒരു സന്തോഷം ഒക്കെ ഉള്ള നിമിഷമാണല്ലോ ഇത്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു കമ്പനി 1000 കോടി രൂപയുടെ വിറ്റവര് നേടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ 2040 പോലും അതിൽ ആലോചിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇന്ന് മാത്രമല്ല, ഈ കേരള വിഷൻ നമ്മളോടൊക്കെ പറയാതെ പറയുന്ന ഒരു കാര്യം, കഠിനമായ അധ്വാനവും സംഘബലവും കൂട്ടായ യത്നവും ഉണ്ടെങ്കിൽ ഇതൊന്നും അപ്രാപ്യമല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യാൻ പാടാണ് എന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വലിയ നേട്ടം കേരള വിഷൻ കൈവരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് വരും. എപ്പോഴും ഈ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് ആളുകൾ പറയുമ്പം അവിടെ സെക്രട്ടേറിയറ്റ് മാത്രമേ ഉള്ളൂ, എന്ത് ബിസിനസ്സാണ് അവിടെ ഉള്ളത്, കച്ചവടത്തിനൊന്നും ഒരു സാധ്യതയില്ല, ഒരു ക്ലറിക്കൽ സംസ്കാരമാണ് തിരുവനന്തപുരത്തുള്ളത് എന്നൊക്കെ പറയും. ഈ അടുത്തിടെയാണ് ഞാൻ ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേട്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞത്, ഇൻഫോസിസും UST ഗ്ലോബലും ഒക്കെ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേയുടെ മുന്നിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ ഒരു കൊല്ലം 10-30,000 കോടി രൂപയുടെ കച്ചവടം നടക്കുന്നത്. തിരുവനന്തപുരത്തൊന്നും ഇല്ലെന്ന് ഇനി ആരും പറയരുത് എന്ന് അദ്ദേഹം ആളുകളെ നോക്കി പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ അടുത്തിടെ ഒന്ന് ചുറ്റിയടിച്ചു. ഈ UST ഗ്ലോബലിൻ്റെ മുന്നിലൂടെയൊക്കെ കുറേ നേരം യാത്ര ചെയ്തു. നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിൽ IT അവിടെ വളർന്നിട്ടുണ്ട് എന്നതാണ് നേര്. നമ്മളറിയാതെ പോകുന്നു. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനസാന്ദ്രതയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ നേട്ടങ്ങൾ ആളുകൾ കരസ്ഥമാക്കുന്നു എന്നറിയുന്നത് ഒരു പുതിയ സത്യമാണ്. ഇന്ന് തന്നെ ലുലുവിൻ്റെ പുതിയൊരു IT ടിൻ ടവർ നമ്മുടെ സ്മാർട്ട് സിറ്റിയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടവറാണ്, 2 ടവറുകളാണ് ശ്രീ MA യൂസഫ് അലി അവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. അത്രയും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒരു ആദരവ് തോന്നുന്ന രീതിയിലുള്ള 2 മഹനീയമായ ടവറുകളുടെ ഒരു IT മഹാസ്ഥാപനം കൊച്ചിയിൽ പടുത്തുയർത്തി. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ കേരളത്തിൽ വരുന്നു. നമ്മൾ ഈ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്ന കൈതച്ചക്ക 3000 കോടി രൂപയുടെയാണ് വാർഷികമായി എന്ന് നമ്മൾ അറിയുമ്പോൾ മറ്റൊരു ഞെട്ടൽ നമുക്കുണ്ടാകും. പല ബിസിനസ് ചെയ്യുന്ന ആളുകളും വളരെ നിരാശയോടെ പറയുന്നുണ്ട്, മുന്നോട്ട് നോക്കുമ്പോൾ അത്ര സുഖകരമായ കാലാവസ്ഥ കേരളത്തിൽ കാണുന്നില്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നത് കേരളത്തിന് ആവശ്യമുള്ള സ്ഥാപനവും നമ്മളെ സഹായിക്കാൻ ഒരുപാട് ബുദ്ധിവൈഭവമുള്ള മാർഗദർശികളും ഉണ്ടെങ്കിൽ ഇതൊന്നും അപ്രാപ്യമല്ല, അസാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, കേരള വിഷൻ നൽകുന്ന ഒരു വർക്കിംഗ് മോഡലുണ്ട്. ഒരുപാട് ആളുകളുടെ സംഘബലം ഇതിലുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു അവതാരകനായിട്ടൊക്കെ ഈ നാട്ടിൽ ഇറങ്ങിത്തുടങ്ങി ഇതൊരു 10-40 കൊല്ലമായി. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ അവതരണത്തിൻ്റെ അത്രയും പ്രായം പോലും കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ടെലിവിഷൻ അവതാരകനായിട്ട് കൊടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലൊക്കെ കറങ്ങി നടക്കുമ്പോഴും കേരള വിഷൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചു കാലം കഴിയുമ്പോഴാണ് കേരളത്തിൽ ഈ സാറ്റലൈറ്റ് ടെക്നോളജി വരികയും ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനം കേരളത്തിൽ സംപ്രേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്യുകയും അതൊരു പക്ഷേ കേരളത്തിൻ്റെ വീടുകളിലേക്കൊക്കെ തന്നെ പുതിയൊരു വാർത്താ സംസ്കാരവും അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് സംസ്കാരവും കടത്തിവിടുകയും
ദൂരദർശനം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊരു നടുക്കത്തോടെ ഏഷ്യാനെറ്റിനെ വീക്ഷിക്കാനും ഒക്കെ തുടങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തിലെ വീടുകളിൽ തന്നെ ഈ കേബിൾ റവല്യൂഷൻ ഉണ്ടാവുകയും ആ കേബിൾ റവല്യൂഷൻ്റെ ആത്യന്തികമായ അല്ലെങ്കിൽ ഒരു പരിണിത ഫലം പോലെയാണ് കേരള വിഷൻ ഇത്രയും വലിയൊരു നേട്ടത്തിൽ നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എപ്പോഴും ആളുകൾ പറയും ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ടെലിവിഷൻ ടോട്ടലി ഔട്ടാകും, പിന്നെ ആരും കാണത്തില്ല ഇവിടെ. ഞാനൊരു 20-25 വർഷമായിട്ട് കേൾക്കുന്ന ഒരു പല്ലവിയാണിത്. നിങ്ങൾക്കറിയാം, ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് പുളിയറക്കോണത്തായിരുന്നു അന്ന്, ഇപ്പോഴും ഏകദേശം അവിടെ തന്നെയാണ്. ഈ പുളിയറക്കോണത്തെ ആ ചെറിയ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ എന്നോട് പറയും വേറെ വല്ല പണിയും നോക്കിക്കോണം, ഒരു 5-6 കൊല്ലം കൂടെയൊക്കെ ഇത് കാണൂ, അത് കഴിഞ്ഞ് ഇതില്ലാതാകും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കല്ലട ആറ്റിലൂടെ എത്ര ജലം ഒഴുകിപ്പോയി, ഭാരതപ്പുഴ പൂഴിയായി മാറി, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. കേരളത്തെ വളരെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ആളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു റിവേഴ്സ് മൈഗ്രേഷനും പോലും കേരളത്തിൽ ഉണ്ടാക്കും. കേരളത്തിൻ്റെ വളർച്ച കാണുമ്പോൾ വിദേശ നാടുകളിലേക്കൊക്കെ ജോലി തേടിപ്പോയ ചേക്കേറിയ ആളുകൾ ഒരുപാട് കേരളത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പോഴും. കാരണം കേരളത്തിൽ ഇപ്പോഴും ഒരുപാട് സാധ്യതകൾ ബാക്കിയാണ്. ഇപ്പോൾ മലബാർ ഗോൾഡ് പോലെ എത്രയോ നല്ല സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ സിയാല് പോലെയുള്ള സാമ്പത്തിക വർക്കിംഗ് മോഡലുകൾ കേരളത്തിൽ തന്നെ പരീക്ഷിച്ച് വിജയം വരിച്ചതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു മനോഭാവം, അതായത് കച്ചവടം ചെയ്യുകയും ലാഭമുണ്ടാക്കുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ തന്നെ എന്തോ വലിയൊരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പൈസക്കാരൻ എന്ന് പറഞ്ഞ ആളുകളെ പരിഹസിക്കുന്നവരൊക്കെ ഉണ്ട്. അതേസമയം ഒരു വലിയ കോടീശ്വരനാവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും അതിൻ്റെ പിന്നിൽ വലിയ അധ്വാനത്തിൻ്റെ കഥയുണ്ടാകും. നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ജീവിത പന്താവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. വളരെ എളുപ്പം നമ്മൾ പറഞ്ഞു തീർക്കും അയാൾ എങ്ങനെയൊക്കെയോ കുറച്ച് പൈസ ഉണ്ടാക്കി എന്നുള്ളത്. അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല പൈസ എന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ 1000 കോടിയുടെ ടേൺ ഓവർ എന്ന് പറയുന്ന ഒരുപക്ഷെ നമുക്ക് അത്ര എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ നേട്ടത്തിലേക്ക് കേരള വിഷൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ ശ്രീ പ്രവീണിനോടും ശ്രീ സിദ്ദിഖിനോടും ഒക്കെ പറയുന്നത്, ഈ 1000 കോടിയിലെല്ലാം നിങ്ങൾ ചിലവാക്കി കളയരുത്, കുറച്ച് പൈസ വെച്ചേക്കണം, നമുക്കൊക്കെ കുറച്ച് ആവശ്യം വരും. കാര്യം ഈ കച്ചവടത്തിലൊക്കെ ചില നീക്കുപോക്കുകളും ചില കയറ്റിറക്കങ്ങളും, വിജയകൃഷ്ണൻ എന്നെ തുറിച്ചു നോക്കുക ഇപ്പം കിട്ടുമെന്നും പറഞ്ഞു, അത് നിങ്ങൾ കുറച്ച് എല്ലാം ചിലവാക്കരുത് ദയവേത്, നമുക്കൊക്കെ ഇത് ആവശ്യം വരും. കാര്യം ഈ പ്രക്ഷേപകൻ്റെ ജീവിതം കുറച്ച് ദുരിതത്തിലൂടെ പോകുന്ന ഈ കാലത്ത് നമുക്കൊരു 10-15 കോടി രൂപ ആവശ്യം വന്നു കഴിഞ്ഞാൽ കയറി ചെല്ലാൻ കേരള വിഷനുണ്ടല്ലോ എന്നുള്ളത് നമ്മളെ വല്ലാതെ ആവേശഭരിതരാക്കുന്നുണ്ട്. കയറി ചോദിക്കാൻ ചെല്ലുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ മടക്കി അയക്കുന്ന സ്ഥാപനമാക്കി നിങ്ങൾ മാറരുത്. നിങ്ങൾക്ക് വലിയ മനുഷ്യപ്പറ്റ് മഹാമനസ്കതയുണ്ടെന്ന് കേരളത്തിലുടനീളം പ്രചരിപ്പിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ ഈ രോഗം കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ജനം പറയരുത്. അതുകൊണ്ട് ഞാൻ വന്ന് കയറിയാൽ ഉടൻ അത്യാവശ്യക്കുള്ളിൽ കാശ് തരിക, എന്നോട് പറയുക ഇപ്പോഴെങ്കിലും പലിശയൊന്നും തരണ്ട, മുതൽ മാത്രം അടച്ചാൽ മതി, കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു തന്നാലും മതി, ജീവനോടുണ്ടെങ്കിൽ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സ്നേഹമായിരിക്കും എനിക്ക് നിങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുക. കേരളത്തിലെ ഏത് ടെലിവിഷൻ ചാനലിലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ എന്നേക്കാളും നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏതൊക്കെ ടെലിവിഷൻ ചാനലുകൾ ലാഭത്തിൽ ഓടുന്നു. ബ്ലീഡ് ചെയ്യുന്ന ചാനലുകളല്ലേ കൂടുതലും. അപ്പോൾ രക്തം വാർന്നൊഴുകുന്ന ചാനലിൻ്റെ രക്തമൊക്കെ ഒന്ന് മാറ്റി അവിടെ നിന്ന് സോപ്പ് പതപ്പിച്ച് തേക്കാൻ ഈ 1000 കോടിയിൽ നിന്ന് കുറേ പണം ഉപകരിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. അത്യാഗ്രഹമാണെന്ന് വിചാരിക്കരുത്. ആവശ്യക്കാരന് ഔചിത്യം ഇല്ലാത്തതുകൊണ്ട് ഈ വേദിയിൽ നിന്നങ്ങ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ യഥാർത്ഥത്തിൽ ഈ 1000 കോടിയുടെ ക്ലബിൽ നിങ്ങൾ കയറിപ്പറ്റി എന്ന് കേട്ടപ്പം ആദ്യം എനിക്ക് തോന്നിയ സ്വാർത്ഥത, കടം വാങ്ങാൻ ഒരാൾ കൂടായി എന്നായിരുന്നു. ഇപ്പോൾ സിദ്ദിഖിയൊക്കെ വിചാരിക്കും ഇവനെ വിളിച്ചതും കൂടെ അബദ്ധമായോ എന്ന്. കാരണം നമുക്കൊരുപാട് കാലത്തെ പരിചയമുള്ള ആൾക്കാരോടൊക്കെ അല്ലേ ചോദിക്കുക. അജിത്തൊന്നും ചോദിച്ചാൽ തരത്തില്ല കേട്ടോ അവർ. അജിത്ത് ചിരിക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഈ 1000 കോടി രൂപയിലേക്ക് നിങ്ങൾ കടന്ന് കയറിയെന്ന് പ്രസിദ്ധപ്പെടുത്തിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും ഈ രഹസ്യമായ ബിസിനസ് തന്ത്രം ഉണ്ടോ എന്നൊക്കെ ഞാൻ സംശയിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ പ്രവീണിനോട് അങ്ങനെ രഹസ്യമായിട്ട് ചോദിക്കാം ഇതിൻ്റെ സൂത്രപ്പണി എന്താണ്. അപ്പം ഞാൻ ആദ്യം സംശയിച്ച് ഇനി 1000 കോടിയിൽ എത്തിയില്ലേ ഇവർ, ഇനി പരസ്യപ്പെടുത്തുന്നു, അതോ ഇനി അടുത്ത വർഷം നമ്മൾക്കെല്ലാവർക്കും 2000 കോടിയുടെ ക്ലബിലേക്ക് കടക്കണമെന്ന ആവേശം നിങ്ങളുടെ മുഴുവൻ ആളുകളിലേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് നല്ല പരിപാടിയായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും മേൽക്കുമേൽ കേരള വിഷൻ വളരട്ടെ. ഒരുപക്ഷെ നിങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണുന്നൊരു വ്യത്യാസം, കേരളത്തിലെ കേബിൾ കമ്പനികളിൽ
കേരള വിഷനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം അത് തന്നെയാണ്. വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് പിന്നെ മഞ്ഞും മഴയും വരും ആ വഴിക്ക് പോകണ്ട എന്ന് കരുതുന്ന കേബിൾ പ്രവർത്തനമല്ല നിങ്ങൾ കാഴ്ചവെക്കുന്നത്. ഓരോ വീട്ടിലും നിങ്ങൾക്ക് ആളുകളെ പേരിട്ട് വിളിക്കാൻ കഴിയുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ മേൽവിലാസം എന്താണ്, അവരിനി മുന്നോട്ട് എങ്ങനെ പോകും, അവരുടെ മൂത്ത മോൻ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് മടങ്ങി വന്നു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിശദാംശങ്ങളും അറിയുന്ന ഒരു കേബിൾ ശൃംഖലയാണ് കേരള വിഷൻ എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ശൃംഖലയെ വ്യത്യസ്തമാക്കുന്നതും ജനങ്ങൾ കൂടുതൽ നിങ്ങളോട് ബന്ധപ്പെടുന്നു. പിന്നെ എപ്പോഴും ആളുകൾ പറയും വലിയ കുത്തകൾ കേരളത്തിലേക്ക് വരുന്നു, ആകാശത്ത് നിന്ന് ചില ഫൈബർ കേബിളുകൾ ഇനി കേരളത്തിലേക്ക് താഴോട്ടിറങ്ങി വരും, അപ്പോൾ കേരളത്തിൻ്റെ വിഷം നഷ്ടപ്പെട്ടു എന്നൊക്കെ പേടിക്കുന്നവരുണ്ട്. കാലത്തിനനുസരിച്ച് നമുക്ക് കോലം കെട്ടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇനിയും 2000 കോടി ക്ലബിലേക്ക് കയറും എന്നെനിക്കറിയാം. അപ്പോൾ കുറച്ചുകൂടെ കേരളത്തിൻ്റെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമെന്നുള്ള നിലയിൽ മേൽക്കുമേൽ ഈ സ്ഥാപനം കൂടുതൽ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവിധമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഈ അടുത്തിടെയാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. ഈ നമ്മുടെ ഈ കൊച്ചുപെട്ടിയിൽ പരസ്യം ഇട്ട് മാത്രം നമ്മളൊന്നും ജീവിതത്തിൽ 1000 കോടി ക്ലബ്ബിൽ കയറാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഞാനും ഒന്ന് വഴി മാറ്റി പിടിച്ചിരിക്കുക. ഇതുപോലെ ഞാനും കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു യോഗം വിളിച്ച് നിങ്ങളെയൊക്കെ ഒരു സ്വീകരണം തരും. കാര്യം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കാര്യം നമുക്കും ഈ 1000 കോടി ക്ലബ്ബിലേക്കൊന്ന് കയറിയിട്ട് മുണ്ടുമൊക്കെ മടക്കി കുത്തി കേരളത്തിലൂടെ നടക്കണ്ടേ. അസറ്റ് ഹോംസിന് കയറാൻ പറ്റും, സുലിജിച്ചിരിക്കണ്ട. 1000 കോടി ക്ലബ്ബിൽ പെട്ടെന്ന് തന്നെ കയറി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. നമുക്ക് ചില ആൾക്കാരൊക്കെ പറയും ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ അവതരിപ്പിക്കുന്ന ആളുകൾക്കൊന്നും പറ്റത്തില്ല, കലാകാരന്മാർക്കൊന്നും പറ്റിയ പണിയല്ല, അവർ എല്ലാം വികാര ജീവികളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്നോട് ഈയിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെ ചോദിച്ചു, തനിക്ക് കച്ചവടം അറിയാമോ എന്ന് ചോദിച്ചു. കച്ചവടം അറിയാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് മുറിയിലെ വിളക്ക് നമ്മൾ അണയ്ക്കത്തില്ലേ, അതൊരു കച്ചവടമാണല്ലോ, വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന. ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ അതുപോലെ ഇറങ്ങിപ്പോകും, അതവിടെ കിടന്ന് കത്തട്ടെ മുതലാളിയുടെ അല്ലേ എന്ന് വിചാരിക്കും. ആ വ്യത്യാസമുണ്ട്. ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, എനിക്കൊരു കച്ചവടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കാലം എൻ്റെ അച്ഛനൊരു റേഷൻ കട ഉണ്ടായിരുന്നു നാട്ടിൽ. മുത്താരംകുന്ന് ഷൂട്ട് ചെയ്ത മേലില എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെ അച്ഛനൊരു റേഷൻ കടയൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നത് വരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടൻറ്റ് ജനറലായിരുന്നു. അച്ഛൻ്റെ ഗോതമ്പിയാക്കിൻ്റെ പുറത്തിരുന്നാണ് ഞാൻ ലോകത്തെ കണ്ടത്. അച്ഛൻ അന്ന് എന്നെ പഠിപ്പിച്ച ആരിത്തമാറ്റിക്സിന് അപ്പുറമൊന്നും ഈ ലോകം വളർന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ നാട്ടിൽ 3 കാര്യങ്ങളിൽ ഞാനായിരുന്നു പ്രതിഭ. ഒന്ന്, പെട്ടെന്ന് റേഷൻ കടയിലേക്ക് വരുന്ന അവരുടെ അരിയുടെ കണക്ക് കൂട്ടിയെടുക്കുന്ന ആരിത്തമാറ്റിക്സിൽ ഞാൻ വിദഗ്ധനായിരുന്നു. വലിയ മണ്ണെണ്ണ ബാരിൽ നിന്ന് ട്യൂബ് വെച്ച് മണ്ണെണ്ണ പിടിക്കുന്നതിൽ ഞാൻ പഞ്ചായത്ത് പ്രതിഭയായിരുന്നു. നിങ്ങളെങ്ങനെ പിടിച്ച് പരിചയമുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു 1/4 ലിറ്റർ മണ്ണെണ്ണ ഉള്ളിപ്പോവും. എൻ്റെ ആമാശയത്തിൽ ഇപ്പോഴും മണ്ണെണ്ണയുടെ ഒരു ഗന്ധമുണ്ട്. അതുപോലെ അച്ഛനൊരു റേഷൻ കട കൂടെ തന്നെ ഒരു പലരിക്കടയുണ്ടായിരുന്നു. ഞാൻ അവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു പത്രത്തിനകത്ത് ഏറ്റവും വേഗത്തിൽ കുമ്പിൾ കുത്തുന്ന ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും സ്പീഡുള്ള പ്രതിഭ ഞാനായിരുന്നു. അപ്പം ഈ കുമ്പിൾ കുത്തിയും മണ്ണെണ്ണ ബാരിൽ നിന്ന് മണ്ണെണ്ണ പിടിച്ചും ഞാൻ വളർന്നതുകൊണ്ട് എൻ്റെ ഉള്ളിലൊരു കച്ചവടക്കാരനുണ്ടെന്ന് ഞാൻ ഈയിടയ്ക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഒരുപക്ഷെ നിങ്ങൾ 2000 കോടി ക്ലബിലേക്ക് കയറി ഇവിടെ ഒരു യോഗം നടത്തുമ്പോൾ ഈ താജിൻ്റെ അപ്പുറത്ത് വരാന്തയുണ്ടെങ്കിൽ അവിടെ ഞാനും ഒരു യോഗം നടത്തും. ഞാൻ തീരുമാനിച്ചിരിക്കുക. സിദ്ദിഖിയോടൊക്കെ ഒന്ന് പക വീട്ടണ്ടേ എനിക്ക്. എന്തായാലും എല്ലാവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ ഒരു സ്ഥാപനത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഞാനിവിടുത്തെ ഒരു നിലയവിദ്വാനാണ്. ഇവർ ഏതെങ്കിലും ഫംഗ്ഷൻ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നായരെ വിളിക്കാത്ത ഒരു ഫംഗ്ഷനും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ നോട്ടീസിലൂടെ കൂട്ടി വെച്ചിരിക്കുക. കാര്യം ഇവർക്ക് അവസാനം ഒരു ബില്ല് കൊടുക്കാൻ വേണ്ടിയാണ്. എത്ര പരിപാടിക്ക് എന്നെ വിളിച്ചു എന്നറിയണ്ടേ. അപ്പോൾ ഒരു നിലയവിദ്വാൻ പോലെ പ്രവർത്തിക്കുന്ന ഒരാളും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളുമൊക്കെ ഒരുപാടുള്ള ഈ സ്ഥാപനത്തിന് ഇനി ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള മാർഗങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ധാർമ്മികമായി പിന്തുണയെങ്കിലും നൽകാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കിനി അടുത്ത മീറ്റിങ്ങിൽ കാണാം. താങ്ക് യു.